പെൻഷൻ വാങ്ങി മടങ്ങിയ ആളെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. പത്തനംതിട്ട കുമ്പഴയിൽ 2 നാൾ മുൻപുണ്ടായ സംഭവത്തിൽ എഴുകോൺ സ്വദേശി ഇരുട്ടു രാജീവ് എന്ന രാജീവാണ് പിടിയിലായത്. നഷ്ടപ്പെട്ട 20,000 രൂപയിൽ 14,000 രൂപ വീണ്ടെടുത്തു. CCTV ദൃശ്യങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായത്. പത്തനംതിട്ട കുമ്പഴയിലെ ബാർ ഹോട്ടലിൽ നിന്നുള്ളതടക്കം നിരവധി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പോലീസിന്റെ തന്നെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. ഇതിലൂടെയാണ് ഇരുട്ട് രാജീവിനെ തിരിച്ചറിഞ്ഞത്. എഴുകോണിലെ വീട്ടിലെത്തി പോലീസ് സംഘം പുലർച്ചെ ഇയാളെ പിടികൂടുകയായിരുന്നു. പത്തനംതിട്ട സബ് ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങിയ മൈലപ്ര സ്വദേശി PG വർഗീസ് കുമ്പഴ ചന്തയിലെത്തിയപ്പോഴാണ് രാജീവ് അടുത്തുകൂടിയത്. പരിചിതഭാവം നടിച്ചു. തുടർന്ന് വർഗീസ് മീൻ വാങ്ങാൻ പോയപ്പോൾ ഒപ്പം കൂടി. ഇതിനിടെ 200 രൂപയുടെ നോട്ടുകെട്ട് സഞ്ചിക്കുള്ളിലുള്ളതായി രാജീവ് മനസ്സിലാക്കി. മീൻ വാങ്ങിയപ്പോൾ സഞ്ചിക്കുള്ളിൽ നിന്നും പണമെടുത്ത് നൽകിയതുപോലും രാജീവായിരുന്നു. ബാക്കി പണം ഇയാൾ കയ്യിൽ തന്നെ കരുതി. ശേഷം തന്റെ പക്കൽ മദ്യമുണ്ടെന്നും വെള്ളവും മിക്സറും വാങ്ങിയാൽ മതിയെന്നും വർഗീസിനെ അറിയിച്ചു. ഇതുപ്രകാരം വെള്ളം വാങ്ങാൻ വർഗീസ് കടയിൽ കയറിയതോടെ രാജീവ് ഓട്ടോറിക്ഷയിൽ കടന്നു. ശേഷം കോന്നിയിലെ ബാറിലെത്തി മദ്യപിച്ചു. അവിടെ നിന്നും പുനലൂരിലും ശേഷം അടൂരിലുമെത്തി. ഫാദറിലൂടെ നിന്നും 20,000 രൂപയുടെ 200 ഒരു കെട്ടായിരുന്നു. അത് വാങ്ങി 400 രൂപ കൊടുക്കുകയും പിന്നീട് ಸ್ವಲ್ಪ കൊഞ്ച് വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതും വാങ്ങിച്ചു. അതിനുശേഷം പൈസ തിരികെ കൊടുത്തു. അതിനുശേഷം കുറച്ച് മുന്നോട്ട് മാറിയപ്പോൾ ചില്ലറ വേണമെന്ന് ആവശ്യപ്പെടുകയും ഫാദറിൽ ചില്ലറ കൊടുക്കാൻ വേണ്ടി പൈസ എടുത്തപ്പോൾ അദ്ദേഹം അപഹരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പ്രായമുള്ള ആളുകളെ കബളിപ്പിച്ച് മുൻപും ഇയാൾ പണം കവർന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ പണാപഹരണത്തിന് ഇയാൾക്കെതിരെ കേസുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.